ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ഹഫിലെ ചിഹ്നങ്ങൾ ഭാഗം 22. ഈ അടയാളം ഷദ് അഥവാ അക്ഷരങ്ങളെ ഇരട്ടിപ്പിച്ചുച്ചരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു. അടിസ്ഥാനപരമായി തന്നെ പദത്തിൽ ഷദ്ദുള്ള സ്ഥലത്തും അപ്രകാരം ഇദ്ഗാം മുഖേന പുതുതായി അക്ഷരങ്ങൾ ഇരട്ടിപ്പിക്കപ്പെടുന്ന സ്ഥലത്തും ഈ ഷദ്ദിന്റെ ചിഹ്നം നൽകിയതായി കാണാം. ഇദ്ഗാം മുഖേന ഷദ് ലഭിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ: ഖദ് തബയ്യന, അർ-റഹ്മാൻ, മിൻ മാഇൻ മഹീൻ. ഷദ്ദിന്റെ ചിഹ്നമുള്ള നൂനിനെയും മീമിനെയും ഇരട്ടിപ്പിക്കുന്നതിന് പുറമെ 2 ഹറക്കത്തിന്റെ സമയമെടുത്ത് മണിക്കുകയും വേണം. ഉദാഹരണം: അമ്മ യതസാഅലൂൻ. എന്നാൽ സൂറത്തുകളുടെ തുടക്കത്തിൽ വേറിട്ട അക്ഷരങ്ങളായി പാരായണം ചെയ്യുന്ന അലിഫ് ലാം മീം പോലുള്ള സ്ഥലങ്ങളിൽ ഇദ്ഗാം മുഖേന ഷദ്ദു ലഭിക്കുന്ന മീമുകൾക്ക് ഈ ചിഹ്നം നൽകിയിട്ടില്ല. എങ്കിലും അവിടെ ഷദ്ദു ചെയ്യുകയും ഷദ്ദുള്ള മീമായതുകൊണ്ട് കൂടുതൽ മണിക്കുകയും വേണം. സുക്കൂനുള്ള നൂനിനെ വാവ്, യ എന്നിവയിലേക്ക് മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യുന്ന മൻ യശാ പോലുള്ള സ്ഥലങ്ങളിൽ ഇവക്ക് പൂർണ്ണമായ ഇരട്ടിപ്പ് വരാത്തതിനാൽ അവിടെ ഷദ്ദിന്റെ ചിഹ്നം നൽകിയിട്ടില്ലെങ്കിലും ഷദ്ദു നൽകിയാണ് ഉച്ചരിക്കേണ്ടത്. കൂട്ടി ഓതുമ്പോൾ ഇദ്ഗാം മുഖേന ഷദ്ദ് ലഭിക്കുന്നത് കാരണം ചില ആയത്തുകളുടെ തുടക്കത്തിൽ ഷദ്ദു നൽകിയതായി കാണാം. അവിടെ തുടങ്ങി ഓതുമ്പോൾ ഷദ്ദു നൽകി ഉച്ചരിക്കാൻ പാടില്ല. ഉദാഹരണം: ലാബിസീന ഫീഹാ അഹ്ഖാബ മാകിസീന ഫീഹി അബദ റളിയല്ലാഹു അൻഹും. ഇപ്രകാരം തന്നെ ചില സൂറത്തുകളുടെ ബിസ്മിയിലെ ബാഇന് ഷദ്ദു നൽകിയിട്ടുള്ളതും കൂട്ടി ഓതുമ്പോൾ മാത്രമേ ഉച്ചാരണത്തിൽ വരൂ. തുടങ്ങി ഓതുമ്പോൾ ഖുർആനിൽ ഒരു സ്ഥലത്തും ആദ്യ അക്ഷരത്തിന് ഷദ്ദു വരില്ല. ഒരു ആയത്തിനിടയിൽ തന്നെ ഇദ്ഗാം മുഖേന ഷദ്ദ് ലഭിക്കുന്ന സ്ഥലങ്ങളിലും ഷദ്ദു കൂടാതെയാണ് തുടങ്ങി ഓതേണ്ടത്.